അവന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ ജീവനുള്ള വചനവുമായി, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പിൽ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ നിൽക്കാം. കർത്താവ് ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആഴമായി അനുഭവിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഭാഗ്യം തന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ ഇടപെടലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ ആത്മസാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്താൻ അവിടുന്ന് വിശ്വസ്തനാണ്. വലിയ ദൈവകൃപ നമ്മുടെ മേൽ പകരാൻ ഇന്നും അവിടുന്ന് വിശ്വസ്തനാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വളരെ പ്രതീക്ഷയോടെ ഈ വിർച്വൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് നമ്മോട് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒട്ടും തന്നെ താമസിയാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിൾ നിങ്ങൾ എടുക്കുക. പുസ്തകം, നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ഒരു പെൻ എടുക്കുക. കുറിച്ചു വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാത്തവർ വിശുദ്ധ ബൈബിൾ നിവർത്തുക. നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുമോ ആ നിലയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ശത്രുവിനെ തകർക്കാൻ ഉള്ള ഒരു വലിയ പ്രാരംഭ നടപടിയാണത്. ശത്രുവിനെ തകർക്കാനുള്ള പ്രാരംഭ നടപടി എന്ന് പറയുന്നത് ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിലിരിക്കുന്നു. ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. ഒരുക്കമുള്ളവനായി ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ ഒരു കുഞ്ഞ് പുറപ്പെട്ടു. ആ കുഞ്ഞിന്റെ കയ്യിൽ 2 പെന്നുണ്ട്, 2 സ്കെയിലുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ഒരു പെൻ നഷ്ടപ്പെട്ടു പോയാൽ അവൻ എടുത്തു വെച്ചേക്കുന്ന 2ാമത്തെ പെൻ അവൻ ഉപയോഗിക്കാം. അവന്റെ കയ്യിൽ നിന്ന് ഒരു സ്കെയിൽ നഷ്ടപ്പെട്ടു പോയാൽ 2ാമത്തെ സ്കെയിൽ അവൻ ഉപയോഗിക്കാം. എന്നാൽ ഒരു പെന്നും ഒരു സ്കെയിലും ഒക്കെ കൊണ്ട് ഭാഗികമായി മാത്രം തയ്യാറെടുപ്പുള്ളവനായി അവൻ പുറപ്പെട്ടാൽ ഒരു പെൻ നഷ്ടപ്പെട്ട പിന്നെ അവൻ ആരെങ്കിലും നോക്കിയിരിക്കണം. 2 പെന്നുള്ള ആരെങ്കിലും പിന്നെ അവൻ കണ്ടെത്തണം. 2 സ്കെയിലുള്ള ആരെങ്കിലും കണ്ടെത്തണം. എന്നാൽ ഒരുക്കമുള്ളവനാണെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, തെളിയാതിരിക്കാൻ സാധ്യതയുണ്ട്, പരീക്ഷ പകുതി വഴിയിൽ വെച്ച് നിന്നു പോകാൻ സാധ്യതയുണ്ട് എന്നറിയുന്നൊരു മനുഷ്യൻ, ഒരു മകൻ, അവൻ എപ്പോഴും ഒരുക്കമുള്ളവനായി, എന്തും ഫേസ് ചെയ്യാൻ ഒരുക്കമുള്ളവനായി കടന്നു പോകുന്നത് പോലെ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളും ഒരുക്കമുള്ളവനായിരുന്നാൽ കാത്തു നിൽക്കുന്ന പരാജയത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. കാത്തു നിൽക്കുന്ന പരാജയത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് വലിയ കാര്യം നമ്മുടെ നടുവിൽ ചെയ്യും. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒത്തിരി സമയം മുൻപോട്ട് പോകുന്നില്ല. നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ചിന്ത നമുക്ക് ധ്യാനിച്ച ശേഷം പ്രാർത്ഥിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. എന്നാൽ ഭാഗികമായിട്ടും ആയിരിക്കുകയില്ല മെസ്സേജ് നിർത്തുന്നത്. പൂർണ്ണമായി തന്നെ എടുക്കാനും വളരെ ആഴമായ ഒരു ചിന്ത ഇന്ന് ചിന്തിക്കാനും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. മീറ്റിങ്ങിന് പതിവ് പോലെ ഞാൻ പറയുന്നു, ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ തുടരുക. നിങ്ങളുടെ ഈ വീഡിയോ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയിൽ നിങ്ങൾ തുടരുക. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളാണ് ദൈവകൃപയിൽ ശരണപ്പെട്ട് വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 69 മുതൽ 75 വരെയുള്ള തിരുവചനങ്ങൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. ഇവിടെ ഇന്നത്തെ ചിന്ത ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്ന്, നിങ്ങൾ ദൈവത്തിനുള്ള വ്യക്തിയാണെന്ന് എങ്ങനെയാണ് മനുഷ്യനെ നമ്മൾ വെളിപ്പെടുത്തേണ്ടത്, സാത്താന് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്,
ദുരാത്മാക്കൾക്കും ദുർഭൂതങ്ങൾക്കും നാം നമ്മെ തന്നെ വെളിപ്പെടുത്തേണ്ടത്? പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുമ്പിൽ വെളിപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. നോക്കൂ, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് ഞാൻ എന്ന വ്യക്തിയല്ല, എന്നിൽ നിന്ന് പുറപ്പെടുന്നവയാണ്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് ഞാൻ എന്ന വ്യക്തിയല്ല, എൻ്റെ വാക്കുകളല്ല. എൻ്റെ വാക്കുകളല്ല മീൻസ് ഞാൻ തന്നെ ഞാൻ ആരാണെന്ന് പറയുകയല്ല, എന്നിലുള്ളത് ആരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ അപ്പോസ്തോലനാണെന്ന് തിരിച്ചറിയുന്നത്? അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ അപ്പോസ്തോലിക പ്രവർത്തികൾ വെളിപ്പെടും. എങ്ങനെയാണ് നാം ഒരു വ്യക്തി പ്രോഫറ്റ് ആണെന്ന് തിരിച്ചറിയുന്നത്? അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലാണെങ്കിലും മിനിസ്ട്രിയിലാണെങ്കിലും പ്രവചനങ്ങൾ നിഴലിച്ചു നിൽക്കും. ഒരു വ്യക്തി ഗിഫ്റ്റഡ് ആണെന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിലൂടെ ഗിഫ്റ്റുകൾ റിവീലാകുമ്പോഴാണ്, മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ യേശുവിനുള്ള ഞാനും നിങ്ങളും യേശുവിൻ്റെതാണെന്ന് ഞാൻ ഈ പറയപ്പെട്ടവർക്കും പറയപ്പെട്ട വിഭാഗങ്ങൾക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വചനത്തിലൂടെ ചിന്തിക്കാൻ പോകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട ചിന്തയാണ്, നാം ഓർക്കേണ്ട ചിന്തയാണ്. അതുകൊണ്ട് നാം വളരെ പ്രതീക്ഷയോടെ ആ തിരുവെഴുത്ത് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസറയനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ഭ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. അപ്പോൾ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ജീവിതത്തിൽ സങ്കടങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്, ദുഃഖം എല്ലാവർക്കും ഉണ്ട്, ഭാരം എല്ലാവർക്കും ഉണ്ട്, നിരാശ എല്ലാവർക്കും ഉണ്ട്, പരാജയം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഞാൻ കണ്ടെടുത്തോളം, തിരുവെഴുത്ത് പഠിച്ചെടുത്തോളം, ഒരു വ്യക്തി ഏറ്റവും അധികം അതിതീവ്രമായ ദുഃഖത്തിനകത്തായി പോകുന്നത് ദൈവം അറിയുന്നത് പോലെ, ദൈവം എന്നെ അറിയുന്നത് പോലെ എനിക്ക് അവിടുത്തെ തിരിച്ചറിയാൻ കഴിയാത്തതും, ദൈവത്തെ അറിഞ്ഞ ശേഷം ദൈവത്തെ തള്ളിപ്പറയുന്നതിന് സമമായ പ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴുമാണ്. ഈ ലോകം നമ്മോട് വിളിച്ചു പറയും, പ്രപഞ്ചം നമ്മോട് വിളിച്ചു പറയും, പ്രകൃതി നമ്മോട് വിളിച്ചു പറയും, ഏറ്റവും കൂടുതൽ ആയുസ്സിൽ വേദനിച്ചിട്ടുള്ള സമയം ദൈവത്തെ അറിയാത്തവനെ പോലെ സംസാരിക്കുമ്പോഴും ദൈവത്തെ അറിയാത്തവനെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. മാന്യസുഹൃത്തേ, ഈ തിരുവെഴുത്ത് ഇന്ന് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും പലരുടെയും മുമ്പിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഒരുക്കത്തിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറിയതല്ല എന്ന് കാണിക്കാനും വെളിപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. ഞാൻ പരാജയപ്പെടില്ല എന്ന് കാണിക്കാനും വെളിപ്പെടുത്താനും പ്രഖ്യാപിക്കാനും ശ്രമിക്കാറുണ്ട്. ഞാൻ തകരുകയില്ല എന്ന് നമ്മൾ വിളിച്ചു പറയാനും വെളിപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്.
ഞാൻ കഴിവ് കുറഞ്ഞവനല്ല എന്ന് പറയാനും വെളിപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ ആളിലൊട്ടും മോശക്കാരല്ല എന്ന് വെളിപ്പെടുത്താനും തെളിയിക്കാനും ശ്രമിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തി വെളിപ്പെടുത്തിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്ത് വെളിപ്പെടുത്തുന്നതിനു മുന്നേയും ആദ്യം വെളിപ്പെടുത്തിയിരിക്കേണ്ടത്, മാന്യ സുഹൃത്തെ, നീ ദൈവത്തിനുള്ളവനാണ് എന്നുള്ളതാണ്. നീ ദൈവത്തിനുള്ളവനാണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് കാണുന്നത് മനുഷ്യർ മാത്രമല്ല, അത് കാണുന്നത് ഒരു കൂട്ടം അസംഖ്യം ദുരാത്മാക്കളും ദുർഭൂതങ്ങളും കൂടെയാണ്. ഈ ലോകത്തിലേക്ക് പൈശാചിക ശക്തികൾ നോക്കുന്നത് പണമുള്ളവനെ മാത്രമല്ല, പ്രശസ്തിയുള്ളവനെ മാത്രമല്ല, ആയുധധാരികളെ മാത്രമല്ല. ഈ ലോകത്തിലേക്ക് പൈശാചിക സാമ്രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവമുള്ളവനെയാണ്. ദൈവമുള്ളവനെ ശത്രു നോക്കുന്നു, ദൈവമുള്ളവനെ മനുഷ്യൻ നോക്കുന്നു, ദൈവമുള്ളവനെ അസൂയാലുക്കൾ നോക്കുന്നു, ദൈവമുള്ളവനെ പരിഹാസി നോക്കുന്നു, ദൈവമുള്ളവനെ കുറ്റപ്പെടുത്തുന്നവൻ നോക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ നിനക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവമുള്ളവനാണ് താങ്കൾ എന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവമുള്ളവനാണെന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ ഉത്സാഹിക്കുക. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, പത്രോസ്, എന്നെ ജനം എന്തെന്ന് പറയുന്നു? എന്നെ ജനം എന്തെന്ന് പറയുന്നു? നോക്കുക, യേശു ആരാണെന്ന് യേശു വാക്കുകൾ കൊണ്ട് അന്ന് വരെ വെളിപ്പെടുത്തിയില്ല, ശേഷവും വെളിപ്പെടുത്തിയില്ല, യേശു ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. യേശു എപ്പോഴും ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കമോൺ, ഇന്നും ദൈവം ആരോടൊക്കെയോ ചോദിക്കുന്നു. നിങ്ങൾ യേശുവിനെ എന്തായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് സുഹൃത്തെ? നിങ്ങൾ യേശുവിനെ ആരായിട്ടാണ് കൈക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ യേശുവിനെ എന്തായിട്ടാണ് കാണുന്നത്? യേശു പത്രോസിനോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു. യേശു ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ഇന്നതാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ യോഹന്നാൻ ഉണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ പത്രോസ് ഉണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ പൗലോസ് പിന്നെ വന്നു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ വിശ്വാസികൾ വന്നു, ശിഷ്യന്മാർ വന്നു. പക്ഷെ ഒരിക്കൽ പോലും യേശു ആരാണെന്ന് യേശു വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ തന്റെ ജീവിതം മുഴുവനും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുക തന്നെയായിരുന്നു. തന്റെ ജീവിതം മുഴുവനും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ സമയം ആരോടോ വളരെ ആഴമായും ശക്തമായും വളരെ ഗഹനമായി ഇടപെടുകയാണ്. അതെ, നിങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താനും തെളിയിക്കാനും, നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും, നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്താനും നിങ്ങൾ ഉത്സാഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങളൊന്ന് വെളിപ്പെടുത്താൻ, നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാൻ, നിങ്ങൾ വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ കർത്താവ് നിന്നെ വെളിപ്പെടുത്തും. കർത്താവ് നിന്നെ വെളിപ്പെടുത്തും. തിരുവെഴുത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്, അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പിൻ. അവന് ബലമുള്ള കരമുണ്ടെന്ന് അറിയാത്തവൻ എങ്ങനെ താണിരിക്കും? അവന് ഉയർത്തുന്ന ഒരു കരമുണ്ടെന്ന് അറിയാത്തവൻ എങ്ങനെ താണിരിക്കും? അവന് മറ്റുള്ളവർ ആട്ടിപ്പായിക്കുന്നത് പോലൊരു കരമല്ലെന്നും മനുഷ്യരുടെ ഏതുപോലത്തെ കരമല്ലെന്നും അവന് വലുതും വിശാലവുമായ മറച്ചു പിടിക്കാൻ കഴിവുള്ളൊരു കരവുമുണ്ടെന്ന് അറിയാത്തവൻ എങ്ങനെ താണിരിക്കും? താണിരുന്നാൽ എക്കാലവും താണിരിക്കുമെന്നും ഞാൻ ഉയരണമെങ്കിൽ ഞാൻ തന്നെ പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കുന്നവൻ, ഉറയ്ക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ, നടിക്കുന്നവൻ, നിരൂപിക്കുന്നവൻ എങ്ങനെ താണിരിക്കാൻ തയ്യാറാകും? എല്ലാവർക്കും ഉയരണമെന്നും എല്ലാവർക്കും ഉയർത്തപ്പെടണമെന്നും എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടണമെന്നും എല്ലാവർക്കും പ്രശസ്തനാകണമെന്നും എല്ലാവർക്കും പേരെടുക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ താണിരിക്കാൻ പറയുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയ വിചാരത്തെ എങ്ങനെ ഒരു മനുഷ്യൻ തിരിച്ചറിയും? പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി ഈ സമയം എവിടെയൊക്കെയോ താഴ്ത്തപ്പെടുകയും എവിടെയൊക്കെയോ താഴ്ത്തി കെട്ടപ്പെടുകയും എവിടെയൊക്കെയോ പരാജയപ്പെടുകയും എവിടെയൊക്കെയോ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ചില വ്യക്തികളെ വ്യക്തമായി ചൂണ്ടിത്തന്നെ പറയുന്നു, താണിരിക്കുക, താണിരിക്കുക. ദൈവകരത്തിൻ കീഴിൽ താണിരിക്കുന്നതിന് ഭയങ്കര ഭംഗിയുണ്ട്. ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ കരമുണ്ടെന്ന് അറിയുന്നവൻ, ദൈവത്തിനൊരു കരമുണ്ടെന്ന് അറിയുന്നവൻ താണിരിക്കുന്നതിനകത്തൊരു ഭംഗിയുണ്ട്. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. കമോൺ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താണിരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു ചിലരോട്. വാക്കുകൾ കൊണ്ട് നീ ഉയരണ്ട, ചിന്തകൾ കൊണ്ട് നീ ഉയരണ്ട, പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ ആരോ ആണെന്ന് കാണിക്കണ്ട, ആരെയൊക്കെയോ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണ്ട. ദൈവകരത്തിൻ കീഴെ താണിരിക്കുക, താണിരിക്കുക, താണിരിക്കുക. ദൈവം നിന്നെ വെളിപ്പെടുത്തും, ദൈവം നിന്നെ വെളിപ്പെടുത്തും. നമ്പർ 1, ഉയരാൻ, വെളിപ്പെടുത്താൻ, ദൈവത്തിനുള്ളതാണ് നിങ്ങളെന്ന് വെളിപ്പെടുത്താൻ. നമ്പർ 1,
താഴ്മയോടുകൂടി ഒരു മനസ്സ് വേണം, താഴാനുള്ളൊരു മനസ്സ് വേണം, എളിമയുള്ളൊരു മനസ്സ് വേണം, താഴ്മയുള്ളൊരു മനോഭാവം വേണം, താഴ്മയുള്ളൊരു വ്യക്തിത്വം വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനെ കർത്താവിന്റെ കരം ഉയർത്തും. അങ്ങനെയുള്ളവനെ കർത്താവിന്റെ കരം ഉയർത്തും. വാക്കുകൾ കൊണ്ട് എന്തൊക്കെയോ ആണെന്നും നടിപ്പ് കൊണ്ട് ഭാവം കൊണ്ട് എന്തൊക്കെയോ ആണെന്നും കാണിക്കുന്നവന് ഉയരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരത്തിൻ കീഴെ താണിരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പത്രോസിനോട്, ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ജനം എന്നെ ആരെന്ന് പറയും? ഒരുത്തൻ പറഞ്ഞു, ആ പ്രവാചകൻ, ഈ പ്രവാചകൻ, ഏലിയാവ്, ഏലീശ, മോശ എന്ന് പറഞ്ഞ് കുറേ യേശുവിനെ കുറിച്ച് പറയുകയാണ്. പക്ഷേ ദൈവം വാസ്തവമായി നമ്മോട് ചോദിക്കുന്നു, നമ്മൾ ദൈവത്തെ ആരെന്നാ പറയുന്നത്? നമ്മൾ ദൈവത്തെ എന്തെന്നാ കാണുന്നേ? ഏയ് കുഞ്ഞെ, ദൈവം എന്താണെന്ന് വെളിപ്പെടുത്തേണ്ടത് ദൈവത്തെ അറിയാത്ത ഒരുവന്റെ അടുത്ത് ചെന്ന്, സഹോദര വരൂ, കർത്താവായ യേശുക്രിസ്തു എന്നൊരു വ്യക്തിയുണ്ട്, അവൻ പാപികൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. ഏയ് സഹോദര, യേശു എന്ന ഒരു നാമം അറിയാത്ത ആരാ ഉള്ളേ? യേശു ലോക രക്ഷകനാണെന്ന് അറിയാത്ത ആരാ ഉള്ളേ? എല്ലാവർക്കും അറിയാം യേശു എന്നൊരു വ്യക്തിത്വം ഉണ്ടെന്നും അവൻ ദൈവപുത്രനാണെന്നും എല്ലാം അറിയാം. അറിയാത്ത ഒരു കൂട്ടർ ഉൾപ്രദേശങ്ങളിലുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. ഇന്നും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരുപാട് ദൈവമക്കളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഉൾക്കാടുകളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെ കടന്നു ചെന്ന് യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്കുള്ള യേശുവിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരോടാണ്. പക്ഷേ റിയലായിട്ട് യേശുവിനെ വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ ക്യാരക്ടറിലൂടെ തന്നെയാണ്, നമ്മുടെ വ്യക്തിത്വത്തിലൂടെ തന്നെയാണ്. എന്നാൽ കേവലം ഒരു വ്യക്തിത്വത്തിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുന്നതിന് പകരം കേവലം നന്മ ചെയ്ത്, ചാരിറ്റി ചെയ്ത്, വാക്കുകളിലൂടെ, സ്നേഹത്തിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നത് കൂടാതെ എങ്ങനെയൊക്കെ വെളിപ്പെടുത്താമോ അതിനെയൊക്കെ നമ്മൾ ബോധപൂർവം മറച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലി യേശുവിനെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ തന്നെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും അത് ചിന്തിക്കാൻ പോവുകയാണ്. പത്രോസിന്റെ തന്നെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം എടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത്, യൂദ യേശുവിനെ ഒറ്റുകൊടുത്തു, യേശുവിനെ റോമാക്കാർ പിടിച്ചു, പല ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുപോയി യേശുവിനെ കുറ്റം വിധിച്ചു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ഇതെല്ലാം നമുക്കറിയാവുന്ന ഭാഗമാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടുന്ന് നേരെ ഞാൻ വീണ്ടും വായിച്ച ഭാഗത്തേക്ക് വരികയാണ്. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. ഈ പത്രോസ് നടുമുറ്റത്ത് ഇരുന്നു എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പത്രോസ് കുറ്റബോധത്തോടുകൂടെയാണ് അവിടെ ഇരിക്കുന്നത്. 2, അതിദുഃഖത്തോടുകൂടെയാണ് ഇരിക്കുന്നത്. 3, എന്ത് ചെയ്യണം എന്നറിയാതെയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം അവിടെ വന്നിരിക്കുന്നത് യേശുവിനെ രക്ഷിക്കാനല്ല, യേശുവിന് സപ്പോർട്ട് പറയാനല്ല, യേശുവിനെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടല്ല. പത്രോസ് തികച്ചും ഒരു അപരിചിതനെ പോലെ വന്ന് നടുമുറ്റത്തിരിക്കുകയാണ്. പത്രോസേ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇത്രയും ആഴമായും അടുപ്പമുള്ള യേശുവിനെ അകത്തു വിട്ടിട്ട് ഒരപരിചിതനെ പോലെ പുറത്തു വന്ന് അവന്റെ ആരുമല്ലാത്തൊരു വ്യക്തിയെ പോലെ വന്നിരിക്കുക? പലരും പല യേശുവിനെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്തവരും കണ്ടിട്ടുള്ളവരും സൗഖ്യം സ്വീകരിച്ചവരും സ്വീകരിച്ചിട്ടില്ലാത്തവരും എന്നെങ്കിലും ഒന്ന് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പോലും യേശുവിന്റെ അടുത്ത് ചെന്ന് നിന്ന് യേശുവിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പത്രോസേ, ദൈവത്തോടുകൂടെ സഞ്ചരിച്ച, ദൈവത്തോടുകൂടെ കിടന്ന, ദൈവത്തോടുകൂടെ ഭക്ഷിച്ച, പാനം ചെയ്ത, പഠിച്ച, ശുശ്രൂഷ ചെയ്ത അങ്ങേക്ക് എങ്ങനെ ഒരപരിചിതനെ പോലെ മാറിയിരിക്കാൻ കഴിയുന്നു? ദൈവാത്മാവ് ഈ ചോദ്യം ചിലരിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. യേശുവിനെ വളരെ ആഴമായി അറിഞ്ഞിട്ടും, അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടും, അറിഞ്ഞിട്ടും, അവനിൽ നിന്ന് പലതും നേടിയിട്ടും, അവനാൽ പല സമാധാനവും അനുഭവിച്ചിട്ടും, അവന്റെ സ്നേഹവും അവന്റെ കരുതലും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടും, ഇന്ന് ഏതൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് യേശുവിനെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയെ പോലെ പുറത്ത് നടുമുറ്റത്ത് എന്ന പോലെ പത്രോസ് ഇരുന്നത് പോലെ മാറിയിരിക്കാൻ എങ്ങനെ കഴിയുന്നു? എങ്ങനെ കഴിയുന്നു? താഴേക്ക് വായിക്കുമ്പോൾ
നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒരു വേലക്കാരി ആ വീട്ടിൽ, ആ കൊട്ടാരത്തിൽ, ആ ഇടത്ത്, അരമനയിൽ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരി യേശുവിനോട് കൂടെ നടന്ന പത്രോസിനെ അറിഞ്ഞു. ഇത് നമ്മുടെ ഒരു വലിയ പരാജയമാണ്. കാര്യം എന്താണെന്നറിയാമോ? ജനത്തിന് യേശുവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പല കോൺസെപ്റ്റും. നിങ്ങൾ വളരെ കാര്യമായിട്ട് ഞാൻ ഈ പറയുന്ന വാക്കെടുക്കണം. സഹോദരൻ, നമ്മളെ പരിഹസിക്കുന്നവർക്ക്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവർക്ക്, നമ്മളെ ആക്ഷേപിക്കുന്നവർക്ക്, ഇവര് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നവർക്ക്, നമ്മൾ ദൈവ പൈതലാന്നറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാന്നറിയാം, നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാന്നറിയാം. അവരുടെ ഉള്ളിൽ നമ്മെക്കുറിച്ചൊരു ഭയങ്കര കൺസെപ്റ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇന്നതാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനി മറ്റൊരു വാക്ക് പറഞ്ഞാൽ, ദൈവത്തെ കൂടെ നടക്കുന്നവൻ എങ്ങനെയാണ് എന്നൊരു കോൺസെപ്റ്റും അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ എങ്ങനെയാകണമെന്നല്ല, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവൻ എങ്ങനെയായിരിക്കണം എന്നൊരു കോൺസെപ്റ്റും അവർക്കുണ്ട്. അവർക്കൊരു ധാരണ, അവരിങ്ങനെ കെട്ടിവെച്ചേക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുപോലും ഇല്ലാത്ത ചില പ്രവർത്തികൾ വെളിപ്പെടുത്തണം. അന്നേരം അവർ പറയും, എടാ നീയൊക്കെ എന്തിനാടാ പ്രാർത്ഥിക്കാൻ നടക്കുന്നത്? പ്രാർത്ഥിക്കാനും പോയിട്ട് പള്ളിയിലും പോയിട്ട് നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ, എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ, എങ്ങനെ ആകാൻ, ഇത്ര ചീപ്പാകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം അവരുടെ വായിൽ നിന്ന് വന്നാൽ നിങ്ങൾ ഓർക്കണം, ദൈവത്തെ അവർ അംഗീകരിക്കുന്നോ ഇല്ലയോ, പക്ഷേ ദൈവത്തോടു കൂടെ നടക്കുന്നവൻ എങ്ങനെയായിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് അവർക്കുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് രാത്രി ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് വളരെ വ്യക്തമായി തന്നെ ഇടപെടുകയാണ്. ദൈവത്തെ അറിയുന്ന, ദൈവത്തോടു കൂടെ നടക്കുന്ന, ദൈവത്തിൽ നിന്നും പ്രാപിച്ച, ദൈവത്തിൽ നിന്നും പഠിച്ച, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യന് ഇത്രയും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ദൈവത്തിന് എത്ര അധികം ഉണ്ടാവും. അതായത് ഒരു വേലക്കാരി പത്രോസിന്റെ ഈ മുഖം യേശുവിനോടുകൂടെ നടന്നപ്പോൾ, ഗലീലയിലായിരുന്ന യേശുവിനോട് കൂടെയാണ് ഇവൻ നടന്നതെന്ന് ഓർക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം എത്ര അധികമായി ഞാനും നിങ്ങളും ദൈവത്തോടു കൂടെ സഞ്ചാരം തുടങ്ങിയിട്ട് എത്ര കാലമായി ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനാണെങ്കിൽ താഴോട്ട് ഞാൻ വീണ്ടും വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും. ആ വേലക്കാരി പത്രോസിനെ അഡ്രസ് ചെയ്തത് ഇങ്ങനെയാണ്, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ഉള്ളവൻ അല്ലയോ. സഹോദര, ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഒന്നും ആയില്ല എന്ന് പറയരുത്. ഇന്ന് എനിക്കൊരു വ്യക്തി മെസ്സേജ് അയച്ചു, ഞാൻ വെച്ച് കെട്ടുകയാണ് ഈ പരിപാടി, ഞാൻ മടുത്തിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, എൻ്റെ ഉള്ളമെല്ലാം കലങ്ങുന്നു, ഞാൻ പ്രാർത്ഥന നിർത്തുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അവരുടെ ഇഷ്ടം പോലെ ചെയ്യണം. കാരണം ഒത്തിരി പ്രാവശ്യം അവരോട് പറയേണ്ടത് പറഞ്ഞു, ഉപദേശിക്കേണ്ടത് ഉപദേശിച്ചു, അവർക്ക് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ എല്ലാവരും വളരെയേറെ തിടുക്കമാണ് എന്തൊക്കെയോ നേടാനും, എന്തിനൊക്കെയോ അവരങ്ങ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടു. പറഞ്ഞതിന്റെ സാരം ഇതാണ്, എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല, എനിക്ക് ആരുടെ മുമ്പിൽ ഒന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, എനിക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇതുവരെ ഉയരാൻ കഴിഞ്ഞില്ല, വളരാൻ കഴിഞ്ഞില്ല, എനിക്ക് അത് വാങ്ങാൻ കഴിഞ്ഞില്ല, ഇത് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മളൊക്കെ പരിഭവപ്പെടുമ്പോൾ, സഹോദര, ദൈവത്തിലേക്ക് എത്തപ്പെടുന്ന ഞാൻ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇടമുണ്ട്. രജിസ്റ്റർ, ഞാൻ വേർ ഐ ആം ഫ്രം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ നിങ്ങളുടെ പേരെഴുതും. രണ്ട്, പൈശാചിക സാമ്രാജ്യങ്ങൾ വ്യക്തമായിട്ടും നിങ്ങളെയും എന്നെയും തിരിച്ചറിയും. ഒന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ചെങ്കിൽ പോലും അവിടെ നീ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വേലക്കാരിയെ സ്വർഗം അവന്റെ മുമ്പിൽ എത്തിച്ചു.
അവിടെ പത്രോസ് ദൈവത്തിന്റെ കെയർ ഓഫ് ഒന്നും പറഞ്ഞല്ല അവിടെ എത്തി, യേശുവിന്റെ കെയർ ഓഫ് ഒന്നും പറഞ്ഞല്ല അവിടെ എത്തിയത്. പക്ഷെ അവൾ അവനെ തിരിച്ചറിയും. സഹോദര, നിന്നെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളെ ആരും അറിയുന്നില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഈ ഭാഗം ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനു മുന്നേ പത്രോസും ആ സ്ത്രീയും തമ്മിൽ പരിചയമില്ല. പത്രോസ് ആ സ്ത്രീക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. പത്രോസും ആ സ്ത്രീയും തമ്മിൽ ഒരു ക്ലാസ്മേറ്റ് അല്ല, ഒന്നുമല്ലാത്ത, പത്രോസിന് ഇവരെ കണ്ടുപോലും പരിചയമില്ലാത്ത സ്ത്രീ പത്രോസിനെ അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ ദൈവത്തിനുള്ളതാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ നിങ്ങൾ ദൈവത്തിനുള്ളതാണെന്ന് അറിയുന്ന വൈശാചിക സാമ്രാജ്യങ്ങളുമുണ്ട്. ഈ സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു വേലക്കാരി അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീയും ഗലീലക്കാരനായ യേശുവിന്റെ കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഭാഷ അറിയാത്ത ഒരു വ്യക്തിയെ പോലെ അഭിനയിക്കുക. നീയും ഗലീലക്കാരനായ യേശുവിന്റെ കൂടെയുള്ള. സഹോദര, ഇവിടെ പത്രോസ് ഒരേ സമയം എത്ര തെറ്റുകൾ ചെയ്യുന്നു. സ്വയം മനോവഞ്ചന ചെയ്യുന്ന ഒരു മനുഷ്യന് സമനായിട്ട് മാറുകയാണ്. ഇവിടെ ജീവിതത്തിൽ പലരും നമ്മെ മനോവ്യസനപ്പെടുത്തും, നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ മുറിവേൽപ്പിക്കും, നമ്മളെ പരിഹസിക്കും, നമ്മളെ കള്ളനെന്ന് പറയും, നമ്മൾ കൊള്ളരുതാത്തവനാന്ന് പറയും. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എന്തൊക്കെ നഷ്ടം വന്നാലും, എന്തൊക്കെ കഷ്ടം വന്നാലും സ്വയം ഒരു മനോവഞ്ചകനായി മാറരുത്. സ്വയം മനസാക്ഷിയെ വഞ്ചിക്കുന്ന, സ്വയം നമ്മുടെ തന്നെ സെൽഫ് ഡിഗ്നിറ്റിയെ ഇടിച്ചു താഴ്ത്തുന്ന, നമ്മുടെ തന്നെ സത്യസന്ധതയെ ഇല്ലാതാക്കുന്ന, നമ്മുടെ തന്നെ വിശ്വാസത്തെ ത്യജിച്ചു കളയുന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തി എത്തുകയാണെങ്കിൽ അവൻ ആത്മീയ ജീവിതത്തിൽ നിന്ന് വളരെ താഴെ പോകും. മനുഷ്യരുടെ മുമ്പിൽ ഒരു വിശ്വാസം, ദൈവത്തിന്റെ മുമ്പിൽ വേറൊരു വിശ്വാസം. മനുഷ്യരുടെ മുമ്പിൽ ഒരു ഫേസ്, ദൈവത്തിന്റെ മുമ്പിൽ വേറൊരു ഫേസ്. പള്ളിയിലോട്ട് കയറുമ്പോൾ ആത്മീയൻ, ലോകത്തിലോട്ട് ഇറങ്ങുമ്പോൾ ജഡീകൻ. സ്വയം മനോവഞ്ചന ചെയ്യുന്നൊരു വ്യക്തിയാകാതിരിക്കുക. ദൈവത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തുക. നിങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് തന്നെ പറയട്ടെ. നിങ്ങളുടെ വായല്ലാതെ, നിങ്ങളുടെ സംസാരം അല്ലാതെ, നിങ്ങളുടെ തന്നെ പ്രദർശനങ്ങളല്ലാതെ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പറയട്ടെ, ഇവനൊരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്തോ ആണെന്നും, ദൈവത്തെ ആരാധിക്കുന്നവനെയും പരിഹസിച്ച്, ദൈവത്തെ സ്തുതിക്കുന്നവനെയും കളിയാക്കി, ദൈവത്തെ പ്രഘോഷിക്കുന്നവനെയും ആക്ഷേപിച്ച് നിങ്ങൾ എന്തോ നല്ലതാണെന്ന് പറയുകയും, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ഭക്തനും മാന്യനുമായി അഭിനയിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ സ്വയം മനോവഞ്ചന ചെയ്യുന്നൊരു വ്യക്തിക്ക് സമമാണ്. പത്രോസിന്റെ അവസ്ഥ അതായിരുന്നു. എനിക്ക് നിങ്ങൾ പറയുന്നത് തിരിയുന്ന പോലും ഇല്ല. ചില വ്യക്തികൾക്ക് നാണമാണ്, ദൈവത്തിൻ്റെതാണ്, കർത്താവിനെയാണ് ആരാധിക്കുന്നത്, യേശുവിൻ്റെതാണ്, ഞങ്ങൾ ഇന്ന ചർച്ചിൽ പോകുന്നു എന്നൊക്കെ പറയാൻ ഭയങ്കര ഒരു കുറച്ചിലാണ്. പക്ഷെ ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ വേണം താൻ. സഹോദര, പത്രോസ് ചെയ്ത് സ്വയം മനസ്സിനെ വഞ്ചിക്കുകയാണ്. സ്വയം മനസ്സിനെ വഞ്ചിക്കുകയാണ്. സ്വയം മനസ്സിനെ വഞ്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിന് എന്ത് മൂല്യമാണുള്ളത്, എന്തർത്ഥമാണുള്ളത്? ബൈബിൾ പറയുന്നു, അതിന് നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞു. എല്ലാവരും കേൾക്കെ പറഞ്ഞു എന്ന് വചനം പറയുമ്പോൾ എല്ലാവരും അറിയേണ്ട ഒന്നാകുന്നു താങ്കൾ ആരാണ് എന്ന്. അതിനൊരിക്കലും നമ്മുടെ വായ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്തൊക്കെയോ ചില വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തി മാത്രം എന്തോ ചിലത് കാണിച്ചു കൂട്ടുകയല്ല വേണ്ടത്. നമ്മുടെ മുഖത്തെന്തൊക്കെയോ ഭാവവ്യത്യാസങ്ങൾ വരുത്തി നമ്മൾ കാണിച്ചു കൂട്ടുകയല്ല വേണ്ടത്. സഹോദര, നിന്റെ ഉള്ളത്തിൽ നിന്നും പുറത്തു വരുന്നതാണ് നിന്നെ വെളിപ്പെടുത്തുന്നത്. സഹോദരി, നിന്റെ ഉള്ളത്തിൽ നിന്നും പുറത്തു വരുന്നതാണ് നിന്നെ വെളിപ്പെടുത്തുന്നത്. നീ രണ്ട് അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിൻ്റെതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ ശക്തമായി വാക്കുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആമേൻ പറയുമ്പോൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പെടുത്താൻ ബൈബിൾ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ നോക്കുക, ആൾക്കൂട്ടത്തിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്ന ഒരു പത്രോസ് എന്ന് പറഞ്ഞാൽ, ഇനി ഒരാൾ വന്ന് എന്നോട് ചോദിക്കരുത് നീ ഇനി യേശുവിന്റെ കൂടെ ഉള്ളവനാണോ എന്ന് ഇനി ഒരാൾ എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ആരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഈ ചില ഉത്തരം പറയാൻ വയ്യാത്തതിന്റെ പേരിൽ ഒഴിഞ്ഞു മാറുക, റിവേഴ്സ് അടിച്ചു പോകുക, മാറി നിൽക്കുക, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ മനഃപൂർവമായി ഒഴിഞ്ഞു മാറുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ തരുന്നത് കുറയ്ക്കും. നിങ്ങളിപ്പോ ഓടിച്ചെന്ന ഒരു വ്യക്തിയോട് നിങ്ങളുടെ വിശ്വാസം തെറ്റ്, ഞങ്ങളുടെ വിശ്വാസം ശരി, അത് സുവിശേഷമല്ല, അത് സുവിശേഷമല്ല. അവരെ വ്രണപ്പെടുത്തിക്കൊണ്ട് നമ്മുടേത് എന്തോ ഭയങ്കരതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് ദൈവിക വഴിയുമല്ല. അവരുടെ വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്റെ വിശ്വാസം എന്തോ ഭയങ്കര ശരിയാണെന്ന് പറയുന്നത് കർത്താവിന്റെ വചന രീതിയുമല്ല, പഠിപ്പിക്കുന്ന രീതിയുമല്ല. സത്യമായതിനെ നിങ്ങൾ കൊടുക്കുക, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാതെ, ആരെയും മുറിവേൽപ്പിക്കാതെ, ആരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ, ഒന്നിനെയും കുറ്റം പറയാതെ നിങ്ങളുടെ സ്നേഹത്തെ, ദൈവം നിങ്ങൾക്ക് തന്ന സ്നേഹത്തെ സ്നേഹത്തോടു കൂടെ അവരോട് പറയുകയത്രേ വേണ്ടത്. എന്നാൽ പത്രോസ് എല്ലാവരോടും മുഴു ലോകവും പോയി കർത്താവിനെ പറയാൻ അഭിഷേകം ചെയ്യപ്പെട്ട പത്രോസ് എല്ലാവരും കേൾക്കെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. സഹോദര, നീ വാക്കുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയത്തില്ല. സഹോദരി, നീ വാക്കുകൾ കൊണ്ട് ചെയ്യത്തില്ല. പക്ഷേ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് സമമായി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുവെങ്കിൽ, ഇവനും ദൈവത്തിന്റെ ദാസനോ, ഇവനും ദൈവത്തിന്റെ ദാസിയോ, ഇവനും ദൈവ പൈതലോ, ഇവനൊക്കെ ഏത് ദൈവത്തെ ആരാധിക്കുന്നു, ഇവനൊക്കെ ഏത് പള്ളിയിലാ പോണേ എന്നൊരു വ്യക്തി ചോദിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം വികൃതമാക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ വാക്കുകൊണ്ട് തള്ളി പറയുന്നില്ലല്ലോ, ഞാൻ എല്ലാവരും കേൾക്ക തള്ളി പറയുന്നില്ലല്ലോ, ഞാൻ ആരോടും ദൈവത്തെക്കുറിച്ച് തള്ളി പറയുന്നില്ലല്ലോ, ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞോ, ഇങ്ങനെ ഒന്നും നാം വാദിക്കുന്നത് കൊണ്ട് എവിടെയും അർത്ഥമില്ല എന്ന് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രസംഗിച്ചല്ല ദൈവത്തെ വെളിപ്പെടുത്താൻ, പ്രവർത്തിച്ചാണ് ദൈവത്തെ വെളിപ്പെടുത്താനുള്ളത്. പ്രസംഗം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയും. ഇനി ദൈവത്തെ കൊടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ പ്രവൃത്തിയുള്ളവരായിരിക്കും. പത്രോസ് എല്ലാവരും കേൾക്കെ, അതാ വചനം പറഞ്ഞു, എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. സഹോദര, സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും മനസ്സിലാക്കാത്ത ഏതെങ്കിലുമൊക്കെ മേഖലകളിലൂടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന് സമമായി സെയിം ഒഫൻസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. താഴേക്ക് വായിക്കുമ്പോൾ, പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടും. ഇനി അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നൊരു ശീലമാണ്. ഒഴിഞ്ഞു മാറുന്ന ശീലമുണ്ടോ ജീവിതത്തിൽ? ഒഴിഞ്ഞു മാറുന്ന ശീലമുണ്ടോ ജീവിതത്തിൽ? ശ്രദ്ധിക്കുക. മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട് ഇവനും നസറയനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. എത്ര പേർ തിരിച്ചറിയുന്നു? നിങ്ങൾ പറയുന്നു, എന്നെ ആരും അറിയുന്നു, ഞാൻ ചെയ്യുന്നത് ആര് കാണുന്നു, ഞാൻ കാണുന്നത് ആര് കാണുന്നു, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്തൊരു വേദനയാണ്, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. സഹോദര, ഇത് വളരെ തെളിവാണ് ഈ തരുന്നത്. പത്രോസിനോട് വന്ന് സംസാരിച്ചിട്ടില്ലാത്ത, പത്രോസിനോട് കൂടെ ചായ കുടിച്ചിട്ടില്ലാത്ത, പത്രോസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടില്ലാത്ത വേലക്കാരികൾ, രണ്ടാമത്തെ ഒരു സ്ത്രീയും അവനെ തിരിച്ചറിഞ്ഞു. ദൂതിതാണ്, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയത്തക്ക മുദ്ര ദൈവം അവനിലിടും. ഇന്ന് ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളുടെ തലയിലേക്ക് കയറട്ടെ. ദൈവം എനിക്കൊന്നും ചെയ്യുന്നില്ല, ദൈവം എനിക്കൊന്നും തന്നില്ല, ദൈവം എനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ, നിങ്ങൾ ദൈവത്തെ സ്വീകരിക്കുന്ന അന്ന് മുതൽ
നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്ന അന്ന് മുതൽ തിരിച്ചറിയത്തക്ക, അതായത് നിങ്ങളെ തിരിച്ചറിയത്തക്ക, നിങ്ങൾ ആരുടെ വകയെന്ന് തിരിച്ചറിയത്തക്ക ഒരു മുദ്ര ഏതെങ്കിലും ഒരു നിലയിൽ ദൈവം നിന്റെ മേലിടും. ഇട്ടിട്ടുണ്ട്, ഇടുന്നല്ല, ഇട്ടിട്ടുണ്ട്. നിനക്ക് തൂത്തുകളയാൻ കഴിയാത്ത, മായ്ച്ചു കളയാൻ കഴിയാത്ത, എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു മുദ്ര ദൈവം നിങ്ങളുടെ മേലിട്ടിട്ടുണ്ട്. അത് ശത്രുവിന് ഭയങ്കര ഭയമാണ് ആ മുദ്ര. പിശാചിന് ഭയങ്കര ഭയമാണ് ആ മുദ്ര. വീണ്ടും താഴേക്ക് വായിക്കും. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൂരെ മാറി നിന്നവരും അടുത്തു വന്നു എന്ന് വചനം പറയും. സഹോദര സഹോദരി, എന്നും ശ്രദ്ധിച്ച് കേട്ടെ. ദൂരത്ത് നിന്നവരും ഇവൻ യേശുവിനോട് കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞപ്പോ അടുത്തു വന്നു എന്ന് വചനം പറയും. എന്റെ ചോദ്യം ഇതാണ്: അകന്നു നിൽക്കുന്നവരെയും അടുത്തു നിൽക്കുന്നവരെയും ഉപേക്ഷിച്ചു പോയവരെയും വെറുത്തവരെയും നിന്നെ മറന്നു കളഞ്ഞവരെയും സ്നേഹിക്കാത്തവരെയും അടുത്തു കൊണ്ടുവന്ന ഈ സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ, ഇവൻ ദൈവത്തോടു കൂടെ ഉള്ളവൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ, ഇവൻ യേശുവിനോട് കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞപ്പോഴല്ലേ. അപ്പൊ നിങ്ങൾ പറയും, അന്നേരം നിങ്ങൾ പറയും, ആന്നു എന്ന് പറഞ്ഞെങ്കിൽ പത്രോസിനെ കൂടെ പിടിച്ച് ക്രൂശിക്കത്തില്ലായിരുന്നു. ദൂതിതാണ്, യേശുവിനുള്ളവർ എന്ന് തിരിച്ചറിയുന്ന, യേശുവിനുള്ളവർ എന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ശ്രുതി പുറപ്പെട്ടാൽ അകന്ന് നിൽക്കുന്നവർ കൂടെ അടുത്തു വന്നിരിക്കും. അകന്ന് നിൽക്കുന്നവരും കൂടെ അടുത്തു വന്നിരിക്കും. വായിച്ച വചനം ഇങ്ങനെയാണ്: അകന്നു നിന്നവരും അടുത്തു വന്നു. എന്തിനാണെന്നറിയാമോ? ചില തെളിവുകൾ നീ യേശുവിന്റെ കൂടെ നടന്നവനാണ് എന്നുള്ളതിന് ഞങ്ങൾക്ക് കിട്ടി. കാരണം നിന്റെ ഭാഷയുടെ ശൈലി, ആ ഭാഷയെ നീ ഉച്ചരിക്കുന്ന വിധം, നിന്റെ ഉച്ചാരണം പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നു നീ യേശുവിന്റെ കൂടെ ഉള്ളതാണ്. എന്തായാലും നീ ഞങ്ങളുടെ കൂടെ ഉള്ളവനല്ല. കാരണം ഞങ്ങളുടെ ഉച്ചാരണ രീതിയിലല്ല നീ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നിന്റെ ഉച്ചാരണ ശൈലിക്ക് നസറത്തുകാരന്റെ ഒരു ടച്ച് ഉണ്ട്. എന്റെ പൊന്നു സഹോദര, ഈ ദൂതൊക്കെ ഭയങ്കര ആഴമാണ്. നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം, പരിഹസിക്കുന്നുണ്ടായിരിക്കാം, കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ വിശ്വാസം തെറ്റെന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ശത്രു സൈന്യവും നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവരും നിന്നിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും നീ എന്തു പറയുന്നു, എന്തു പ്രാർത്ഥിക്കുന്നു, നിന്റെ ജീവിതം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, നീ ആരെയാണ് ആരാധിക്കുന്നത്, നിങ്ങളുടെ നടപ്പെങ്ങനെ, ഇരിപ്പെങ്ങനെ, പ്രവൃത്തി എങ്ങനെ, ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഈ സന്ദേശം കേൾക്കുന്നത് കൂടാതെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളിൽ പലരും വീക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്തെല്ലാം കാര്യം വീക്ഷിക്കുന്നുണ്ടായിരിക്കും. വീക്ഷണത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ദൂത് ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ ഇത്ര കാര്യമായി, ഇത്ര കാര്യ ഗൗരവത്തോടെ, ഇത്ര ശ്രദ്ധയോടുകൂടെ ഒരു വ്യക്തിയുടെ ഭാഷ, അവന്റെ ശൈലികൾ, അവന്റെ രീതികൾ, അവന്റെ ഉച്ചാരണം ശ്രദ്ധിച്ചിട്ട് നീ ദൈവ പൈതലോ നീ സാത്താന്റെ സന്തതിയോ എന്ന് തിരിച്ചറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം എത്ര അധികമായി എന്നെയും നിങ്ങളെയും വളരെ ആഴമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, അവന്റെ കണ്ണിൽ നിന്ന് എനിക്ക് ഒഴിവില്ല, അവന്റെ കാതിൽ നിന്ന് എന്റെ വാക്കുകൾക്ക് ഒഴിവില്ല, അവന്റെ ഉള്ളത്തിൽ നിന്ന് എന്റെ മുഖത്തിന് ഒഴിവില്ല. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിനുള്ളവനെങ്കിൽ ആവാനുള്ളത് വെളിപ്പെടുത്തുക. ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു,
നീ ദൈവത്തിനുള്ളത്. ചിലരെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിനുള്ളതാണോ സാത്താനുള്ളതാണോ ഒന്നും മനസ്സിലാവത്തില്ല. നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അവസാനം നമ്മൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ കൂടെ വന്ന് ആരാധിക്കുന്നു, പക്ഷേ യാതൊരു പിടുത്തവും ഇല്ല. ദൈവത്തിനുള്ളതാണോ അതോ സാത്താനുള്ളതാണോ? സുഹൃത്തേ, അത് വെളിപ്പെടുത്താൻ എന്നെയും നിങ്ങളെയും ദൈവം നിർബന്ധിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. വെളിപ്പെടുത്താൻ ദൈവം നിർബന്ധിക്കുന്നു. കാരണം എത്ര 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 വല്ലാത്തൊരവസ്ഥയാണ്. ശത്രുക്കളുടെ ഇടയിൽ നിന്നൊരു കൂട്ടം വന്ന് പത്രോസിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഡാ, നിന്റെ ഉച്ചാരണം വെളിവാക്കുന്നല്ലോടാ, നീ യേശുവിന്റെ കൂടെ ഉള്ളതാണെന്ന്. അവിടെ പീലാത്തോസോ കയ്യഫാവോ ഹെരോദാവോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മാറ്റി നിർത്തി പറഞ്ഞേനെ. ഈ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ പറഞ്ഞേനെ, നാണം ഉണ്ടോടാ നിനക്ക് ദൈവത്തിന്റെ ദാസനാന്ന് പറയാൻ? നാണം ഉണ്ടോടാ നിനക്ക് ഇത്രയും കാലം ആ മനുഷ്യന്റെ കൂടെ നടക്കാൻ? ആ മനുഷ്യന് മരണം ഏറ്റുവാങ്ങുന്നു എന്ന അവസ്ഥ വന്നപ്പോ നീ അയാളെ അറിയത്തില്ലെന്ന് തള്ളി പറഞ്ഞോടാ, നിനക്ക് എങ്ങനെ കഴിയുന്നടാന്ന് ഒരുപക്ഷെ അവസരം കിട്ടിയാൽ അവരാരെങ്കിലും പറഞ്ഞു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പത്രോസേ, നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ തള്ളിപ്പറയരുത്. ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചിട്ട് തള്ളിപ്പറയരുത്. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ട് ദൈവത്തെ അറിയാത്ത ജാതിയെ പോലെ ജീവിക്കരുത്. പത്രോസിന് പറ്റിയ അവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അവൻ ആ മനുഷ്യനെ അറിയില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. അപ്പോൾ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ഈ പത്രോസ് ഓർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാം ഒന്നും നമ്മളൊന്നും ഓർക്കുന്നില്ല പ്രിയരെ. ഈ കേൾക്കുന്ന എല്ലാം ഒന്നും നമ്മൾ ഓർത്ത് വെക്കുന്നില്ല. നമ്മൾ വചനം കേൾക്കുന്നു, നമ്മൾ ദൂതുകൾ കേൾക്കുന്നു, പ്രവചനം കേൾക്കുന്നു, നമ്മളൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ചില തകർച്ചകൾ ജീവിതത്തിൽ വരുന്നത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. ചില വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് വരുന്നത് ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാൻ. പത്രോസിന്റെ ജീവിതത്തിലെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ ഒരു 12 പടികൾ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. പിന്മാറ്റം ഞാൻ 26:69 മുതലാണ് വായിച്ചത്. എന്നാൽ 26-ാമത്തെ അധ്യായം നമ്മൾ പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ പത്രോസ് ദൈവത്തിന്റെ വകയാണെന്ന് പറയുന്നു എങ്കിലും പത്രോസിന്റെ ലൈഫിൽ ഒരു പിന്മാറ്റത്തിന്റെ നിഴലുണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് വ്യക്തമായ ചില തെളിവുകൾ കാണാം. ഞാൻ ഈ വായിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ വായിക്കാൻ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയാകരുത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന ഒരു 12 വാക്കുകളുണ്ട്, 12 കാര്യങ്ങൾ ഇതേ അധ്യായത്തിൽ തന്നെയാണ്. ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെയാകരുത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങൾ എങ്ങനെയാകരുത് എന്ന് ചിന്തിച്ചോ ആ രീതിയിൽ വേണം നിങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്താൻ. അല്ലെങ്കിൽ അങ്ങനെ വേണം ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ജനം തിരിച്ചറിയാൻ. വായിക്കുകയാണ്. പത്രോസിന്റെ ജീവിതത്തിന്റെ 12 പിന്മാറ്റത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഇതാണ്. ഒന്ന്, ഭയങ്കര വീരവാദമാണ്. ചില ആൾക്കാർ അങ്ങനെ ഭയങ്കര വീരവാദം, എന്നിട്ടൊന്നും നടക്കത്തുമില്ല. വീരവാദം മാത്രമേ കാണൂ, പ്രവൃത്തിയിൽ കാണത്തില്ല. ഭയങ്കരമായിട്ട് വാക്കൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിലില്ല. ഒന്ന്, വാക്കിൽ പോരാ, പ്രവൃത്തിയിൽ വേണം. ഈ വാക്യം 33 നിങ്ങളൊന്ന് നോക്കി. 26-ാമത്തെ അധ്യായം തന്നെ, 26-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കാണാം. അതിന് പത്രോസ്, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഇടവത്തില്ല കർത്താവേ, ഞാൻ ഒരിക്കലും ഇടറത്തില്ല. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ പുള്ളി നിന്ന പാട് പോലും കാണാനില്ല എന്നാ ഇപ്പൊ വചനം പറയുന്നത്. ഹല്ലേലൂയ. വാക്ക് പോരാ, പ്രവൃത്തിയിൽ വേണമെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തേത്, ക്രിസ്തുവിനെ ഭോഷ്ക് പറയുന്നവനാക്കി. വാക്യം 33 മുതൽ 35 വരെ വായിക്കുമ്പോൾ അതിന് പത്രോസ്, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഒരു നാളും ഞാൻ നിന്നിൽ ഇടറുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 35-ാമത്തെ വാക്യത്തിൽ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ദൈവമേ
നിന്റെ പ്രവചനം തെറ്റി കർത്താവേ. യേശുവേ, അങ്ങയുടെ പ്രവചനം തെറ്റി. കോഴി ഇനി 3 അല്ല 300 വട്ടം കൂകിയാൽ ഞാൻ നിന്നെ തള്ളിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യേശുവിനെ കള്ളം പറയുന്ന ഒരു വ്യക്തിയെ പോലെ പത്രോസ് ആക്കിക്കളഞ്ഞു. 3-ാമത്തെ കാര്യം വാക്യം 40 കിടപ്പുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങി. ഒരുപാട് പേരെ നമുക്ക് കാണാം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങും, ദൈവത്തിന്റെ കൂടെ ഇരിക്കേണ്ട സമയത്ത് ഉറങ്ങും കാണാം. അപ്പം നമ്മൾ എങ്ങനെ ആകരുത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. 4-ാമത്തെ കാര്യം, ജഡത്തെ മരിപ്പിക്കുന്നതിൽ പരാജയപ്പെടും. ഇതെല്ലാവരും പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ജഡത്തെ മരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ടാസ്ക്കാണ്, ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ജഡത്തെ മരിപ്പിക്കാൻ നമുക്ക് ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജഡത്തെ മരിപ്പിക്കാതെ ആത്മീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മള് മടിയിൽ തീക്കനൽ കൊണ്ടു നടക്കുന്നത് പോലെയാണ് നമ്മൾ ജഡത്തെയും ആത്മാവിനെയും ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ. മടിയിൽ പൊള്ളാതെ തീക്കനൽ കൊണ്ടുവരാൻ പറ്റുമോ? മടി പൊള്ളാതെ തീക്കനൽ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. തീക്കനൽ മടിയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നടക്കുന്നത് പോലെയാണ് ആത്മീയ ജീവിതവും ജഡിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകും. ആ വ്യക്തിക്ക് ഭയങ്കര ശാപമാണ്. ആ വ്യക്തി തകർന്നു പോകും. അതാ പറയുന്നത്, ജഡത്തെ മരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്ത, ജഡികായുധങ്ങളിൽ ആശ്രയിച്ചു. 51-ാമത്തെ വാക്യം, നമ്മൾ 26-ാമത്തെ അധ്യായം തന്നെ 51-ാമത്തെ വാക്യം വായിക്കും. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാളൂരി. ആ ഒരുവൻ എന്ന് പറയുന്ന പത്രോസ, മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാതറുത്തു. യേശു അവനോട്, വാളുറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മളെ ഈ ജഡത്തിൽ റിയാക്ട് ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ജഡത്തിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ജഡത്തിൽ ഡിസിഷൻ എടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ഇതെല്ലാം വാളെടുക്കുന്നതിന് സമമാണ്. ഇതെല്ലാം ജഡം മരിക്കാത്തതിന്റെ ലക്ഷണങ്ങളാണ്. ജഡം മരിക്കണം. ജഡം മരിച്ചാലേ ആത്മാവിന് അവിടെ റോളുള്ളൂ. സ്തോത്രം. ജഡം മരിച്ചില്ലെങ്കിൽ ആത്മാവിന് റോളില്ലെന്നുള്ളതാണ്. താഴേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. 56-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. സഹോദരാ, നീ യേശുവിനെ അറിഞ്ഞപ്പോൾ ഉള്ളവരും കൂടി പകന്നല്ലേ? നീ യേശുവിനെ അനുഗമിച്ചു തുടങ്ങിയപ്പോൾ കൂടെ വന്നവരും കൂടി ഇപ്പോൾ ഒഴിവാക്കി പോയല്ലേ? ഇതെല്ലാം തിരുവെഴുത്തുകളുടെ നിവൃത്തീകരണത്തിന് സംഭവിക്കേണ്ടതാകുന്നു എന്നാണ് വചനം പറയുന്നത്. എത്ര പേര് ഓടിപ്പോയാലും, എത്ര പേർ അകന്നാലും, നിങ്ങൾ യേശുവിൻ്റെതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽപ്പാൻ സ്വർഗം തയ്യാറാണ്. വീണ്ടും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൂരവേ അനുഗമിച്ചു. ചിലരങ്ങനെയാണ്, യാതൊരു പിടിയും തരില്ല, പക്ഷേ ഭയങ്കരമായിട്ട് അവർക്ക് പ്രാർത്ഥന സപ്പോർട്ട് വേണം. യാതൊരു പിടിയും തരത്തില്ല, പക്ഷെ പ്രാർത്ഥന സപ്പോർട്ട് അവർക്ക് നിർബന്ധമാണ്. അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ എന്നും അവർ പറയാറുണ്ട്. പക്ഷേ അനുഗമിക്കുന്നത് ദൂരെ അനുഗമിക്കത്തുള്ളൂ. യാതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല, യാതൊരു അസോസിയേഷനും കാണിക്കത്തില്ല, യാതൊരു സഹകരണത്തിലും അവരില്ല. പക്ഷെ ദൂരവേ അനുഗമിക്കും. കാഴ്ചയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ കാര്യങ്ങളെല്ലാം നടക്കണം. ദൂരവേ അനുഗമിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ മടങ്ങി വരിക, അവനോട് ചേർന്ന് നടക്കുക. യോഹന്നാനും പത്രോസുമാണ് അതുപോലെ ചെയ്തത്. യേശുവിനെ അവൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, യേശുവിനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദൂരവേ അനുഗമിച്ചു എന്നാ പറയുന്നത്. ദൂരത്തിൽ അനുഗമിക്കാനല്ല, ചേർന്ന് നടക്കാനാണ് കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വാക്യം 58 വായിക്കുമ്പോൾ കർത്താവിന്റെ ശത്രുക്കളോടൊപ്പം ഇരുന്നു. അതാ നമ്മൾ പറയുന്നത്, ഈ അവരെ കൂടെ ഇരുന്നിട്ട് യേശുവിനെ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിരുന്നു. ശത്രുക്കളോട് കൂടെ ഇരുന്നു. ദൈവത്തിന്റെ പൈതലാണെന്നുണ്ടെങ്കിൽ നീ എവിടെ ഇരിക്കണം, എവിടെ ഇരിക്കേണ്ട എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ ദുഷ്ടന്റെ കൂടെ ഇരിക്കരുതെന്ന് പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിനുള്ളവനാണെങ്കിൽ ലോകത്തിനുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ദൈവത്തിന്റെ വചനമാണ്. താഴേക്ക് വായിക്കുമ്പോൾ വീണ്ടും വാക്യം 58 പറയുന്നു, വീണ്ടും പ്രതീക്ഷ കൈവിട്ടു. വാക്യം 69 മുതൽ 74 വരെ വായിക്കുമ്പോൾ മനുഷ്യരെ ഭയപ്പെട്ടു. ഇതൊക്കെ നമുക്കുള്ള ദൂത. നമ്മൾ ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരെ ഇതുപോലൊരു ഭയം. പുള്ളി എങ്ങാനും ഇനി മിണ്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും, പുള്ളി എങ്ങാനും ഇനി അത് ചെയ്ത് എന്തോ, പുള്ളി എങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ എന്തോ. ഭയമാണ്, മാനുഷിക ഭയം ഒരു കണിയാണ് സുഹൃത്തെ. ആ ബന്ധനം നമ്മൾ പൊട്ടിക്കാതെ, പിശാചിട്ട ബന്ധനം പിശാച് പൊട്ടിക്കത്തില്ല. സ്തോത്രം. നോക്കിയേ, താഴേക്ക് പറയുമ്പോൾ കള്ളം പറഞ്ഞു. വീണ്ടും
വാക്യം 69 മുതൽ 74 വരെ വായിക്കുമ്പോൾ ശപിച്ചു. അവന്റെ പിന്മാറ്റത്തെയും അതുപോലെ തന്നെ മനംതിരിവിനെയും കുറിച്ച് യേശു മുൻപ് കൂട്ടി തന്നെ തിരുവെഴുത്തിൽ പ്രവചിച്ചിരുന്നു. ഞാൻ നിർത്തുകയാണ്. 12ഓളം പോയിന്റ്സ് നമുക്ക് ഈ അധ്യായത്തിനകത്തുനിന്ന് നമുക്കിതുപോലെ ചകഞ്ഞു പറക്കി എടുക്കാനായിട്ട് പറ്റും. യേശുവിൻ്റെതാണെന്ന് പറയുകയും സ്വഭാവം കൊണ്ട് യാതൊരു തരത്തിലുള്ള സാമ്യതയും നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ പത്രോസിനെ പോലെ മനോവഞ്ചകനാണ്. പൊതുജനത്തിന് എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെതാണ് എന്നുള്ളവനെ കുറിച്ചൊരു കാഴ്ചപ്പാട്. എന്നാൽ പലപ്പോഴും പൊതുജനത്തിന്റെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കുന്നവരായി പലപ്പോഴും നാമും നമ്മുടെ പ്രവൃത്തികൾ മാറുന്നുണ്ടെങ്കിൽ പത്രോസിനെ പോലെ നമ്മളും ദൈവത്തെ തള്ളിപ്പറയുന്നവരാണ്. പൊതുജനം എന്നെ അംഗീകരിക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പൈതലല്ല എന്നില്ല. പൊതുജനം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നുമില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ഞാൻ എങ്ങനെയാകണമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയുക. ഞാൻ വായിച്ച ഇത്രയും വാക്കുകൾ പോലെ ഒരിക്കലും നാം ആകാതെ ഇരിക്കുക. പ്രാർത്ഥിക്കേണ്ട സമയം ഉറങ്ങുക, പ്രവർത്തിക്കേണ്ട സമയം കണ്ടില്ല എന്ന് നടിക്കുക, ദൈവത്തോടു കൂടെ നടക്കേണ്ട സമയം അകന്ന് നടക്കുക. ഇതൊക്കെ ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നത് തന്നെ ഭോഷ്ക് പറയുന്നതിന് സമമാണെന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ആരോടൊക്കെയോ പറയുന്നു, അവനോട് ചേർന്ന് നടന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അവനുമായിട്ടുള്ള അസോസിയേഷൻ വെളിപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണെന്ന്, നിങ്ങൾക്ക് ദൈവമുണ്ടെന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് ലോകം തിരിച്ചറിയട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ സന്ദേശം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ സന്ദേശം ഈ സമയം കേൾക്കുന്ന ഓരോ ദൈവജനത്തിന്റെ ജീവിതത്തിൽ അസാധാരണമായ വ്യത്യാസങ്ങൾ ഇന്നുണ്ടാകട്ടെ. ആഴമേറിയ വ്യത്യാസങ്ങൾ ഇന്ന് നടക്കട്ടെ. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയാതെ നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത് എന്താണോ അതിപ്പോൾ ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയുക. കർത്താവേ, അവയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പറയുക. അതെ, പത്രോസിന്റെ ജീവിതത്തിൽ ജഡത്തെ മരിപ്പിച്ചില്ല എന്നൊരു വലിയ പ്രയാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ജഡമായിരുന്നില്ലേ അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? ജഡമായിരുന്നില്ലേ അദ്ദേഹത്തെ നയിച്ചത്? ജഡത്തിലായിരുന്നില്ലേ അദ്ദേഹം ഈ വീരവാദം മുഴുവനും മുഴക്കിയത്? ദൈവത്തിനുള്ളവനാണെന്ന് പറയുകയും പരിഹാസത്തിനും പൊട്ടച്ചൊല്ലിനും കളിവാക്കിനും ആക്ഷേപത്തിനും കുറ്റം പറയലിനും വിധിക്കലിനും ഒന്നും ജീവിതത്തിൽ നിന്ന് അതിൻ്റെയൊക്കെ സ്ഥാനം മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ദാസനെന്നും ദാസിയെന്നും ദൈവത്തിനുള്ളതാന്നൊക്കെ പറയുന്നതിൽ നമ്മൾ സ്വയം മനോവഞ്ചകരായി മാറുകയല്ലേ ചെയ്യുന്നത്? ജഡത്തെ മരിപ്പിക്കുക. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കുഞ്ഞെ, നീ ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പെടുത്താൻ നിന്റെ ജഡം ഒരു തടസ്സമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക, അപ്പാ ഇതിനകത്തുനിന്ന് പുറത്തു വരണം. കാരണം പത്രോസിനെ കുറിച്ച് കർത്താവ് തന്നെ ലൂക്കോസിലാണേലും മർക്കോസിലാണേലും മത്തായിയിലാണേലും എല്ലാം വെളിപ്പെടുത്തിയിട്ട് കർത്താവ് തന്നെ പറയുന്നൊരു വാക്കുണ്ട്, നീ തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിക്കണം. ഇന്നും ഈ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക, നീ തകർന്നവനായിരിക്കാം, നീ ഇതുവരെ ജയമെടുക്കാത്ത വ്യക്തിയായിരിക്കാം, ജീവിതത്തിൽ എവിടെയും ഒരു സന്തോഷവും സൗഭാഗ്യവും അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ തിരിഞ്ഞു വരുമെങ്കിൽ ചിലരെ ഉറപ്പിക്കാനുള്ളൊരു വിളി നിനക്കുണ്ട്. തിരിഞ്ഞു വരുമെങ്കിൽ നീ ഒരു രൂപാന്തരപ്പെടുമെങ്കിൽ, നീ ഒന്ന് മാറേണ്ട പോലെ മാറുമെങ്കിൽ ചിലരെ ഉറപ്പിക്കാനുള്ളൊരു വിളി ദൈവം നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. ഹോ ശതരമഹസിയാന. അതെ, ഞാൻ ദൈവത്തെ വെളിപ്പെടുത്താനുള്ളവനാണ്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ളത് വാക്കുകൾ കൊണ്ടല്ല, പ്രഖ്യാപനങ്ങൾ കൊണ്ടല്ല, പ്രവൃത്തിയിലൂടെ.
പ്രവൃത്തിയിലൂടെ. അതെ, ആ വീടിനകത്ത് നിന്ന വേലക്കാരി പത്രോസിനെ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ ഒരു സ്ത്രീയും പത്രോസിനെ തിരിച്ചറിഞ്ഞു. മൂന്നാമത് അകന്നു നിന്നവർ ഉച്ചാരണങ്ങളിലൂടെ പത്രോസ് യേശുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. അയ്യോ, ലോകം മുഴുവനും തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞ് ഞാൻ ദൈവത്തിനുള്ളവനാണെന്നും എനിക്ക് ദൈവമുണ്ടെന്നും തിരിച്ചറിയാത്തത് ഒരു വലിയ നഷ്ടമല്ലേ? ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ കിട്ടാത്തതല്ലല്ലോ എൻ്റെ നഷ്ടം. ഞാൻ ദൈവത്തോട് ചോദിച്ചത് ലഭിക്കാത്തതല്ലല്ലോ എൻ്റെ നഷ്ടം. എൻ്റെ നഷ്ടം ലോകക്കാർ വരെ അവൻ ദൈവത്തിനുള്ളവനാ, അവൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഉച്ചാരണവും പ്രാർത്ഥനകളും ശൈലിയും വരെ വെച്ച് പല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ദൈവത്തിനുള്ളവൻ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയാത്തതല്ലേ ഏറ്റവും വലിയ നഷ്ടം. ഓ മൈ ഗാഡ്, ഇന്ന് ദൈവം ആരെയൊക്കെയോ ഇതിനകത്ത് ഉണർത്തുന്നുണ്ട്. ആരോടൊക്കെയോ ദൈവം വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നീ ദൈവത്തിനുള്ളതല്ലെങ്കിൽ നീ എങ്ങനെ ഇത്രയും പോരാട്ടങ്ങൾ കഴിച്ച് രക്ഷപ്പെട്ടു? നീ ദൈവത്തിനുള്ളവനല്ലെങ്കിൽ എങ്ങനെ ശത്രുവിന്റെ ഉന്നം നിന്നിൽ നിന്ന് തെറ്റിമാറിപ്പോയി? നീ ദൈവത്തിനുള്ളതല്ലെങ്കിൽ എങ്ങനെ മരണം നിന്നെ വിട്ടുമാറിപ്പോയി? നീ ദൈവത്തിനുള്ളതല്ലെങ്കിൽ എങ്ങനെ നീ ചില യോർദാനെ മറികടന്ന് ഇതുവരെ എത്തി? നീ ദൈവത്തിനുള്ളതല്ലെങ്കിൽ എങ്ങനെ ഇത്രയും കാലം നിങ്ങൾ ജീവനോടെ ഇരുന്നു? നിങ്ങളും നിങ്ങളുടെ തലമുറകളും എങ്ങനെ ജീവിച്ചിരുന്നു? അതെ, ദൈവത്തിനുള്ളവന്റെ മേൽ ദൈവം ഒരു മുദ്രയിടും. ദൈവത്തെ അറിഞ്ഞവന്റെ മേൽ ദൈവം ഒരു മുദ്രയിടും. ദൈവം അറിഞ്ഞവന്റെ മേൽ സ്വർഗം ഒരു മുദ്രയിടും. നീ തൊഴിലില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ സമൂഹത്തിൽ ഒരു വില ഇതുവരെ എടുക്കാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് കുഞ്ഞേ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ ഉച്ചാരണവും വെളിവാക്കുന്നല്ലോ. അകന്നു നിന്നവർ അടുത്തു വന്നത് നീ ദൈവത്തിനുള്ളവനാണെന്ന് ചില വ്യക്തികൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ്. പക്ഷേ ഞാൻ തന്നെ ദൈവത്തിനുള്ളതാണെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ നാണം കെടുന്നുവോ? നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുവോ? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയാൻ നാണക്കേട് തോന്നുന്നുവോ? ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെന്ന് പറയാൻ നാണം തോന്നുന്നുവോ? പത്രോസിന് തോന്നിയത്രേ, പത്രോസിന് തോന്നിയത്രേ. പത്രോസിനത് പറയാൻ നാണക്കേട് തോന്നി. പത്രോസിന് ഞാൻ ആ കൂട്ടത്തിലുള്ളതാന്ന് പറയാൻ നാണക്കേട് തോന്നി. പക്ഷേ അകത്തിരിക്കുന്ന ആത്മാവിന് കപടമില്ലാത്തത് കൊണ്ട്, അവനോട് കൂടെ നടന്നപ്പോ ചില കാര്യങ്ങൾ ആത്മാവിൽ അവൻ പഠിപ്പിച്ചതുകൊണ്ട് അകന്നു നിന്നവർ തിരിച്ചറിഞ്ഞു. നിന്റെ ഉച്ചാരണം വെളിവാക്കുന്നല്ലോടാ, നിന്റെ ഉച്ചാരണം വെളിവാക്കുന്നല്ലോടാ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് ജഡത്തിന്റെ ജീവിതം നീ ജീവിക്കുന്നു. പക്ഷെ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവും തിരിച്ചറിയുന്നു കുഞ്ഞെ. നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന് കപടമില്ല, കള്ളമില്ല, അതിന് വഞ്ചനയില്ല. അകത്തിരിക്കുന്ന ആത്മാവ് അകത്തുള്ളതേ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ പുറത്തുള്ളത് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന നീ അതിൽ നിന്ന് പിന്മാറുക. ആമേൻ. പുറം കൊണ്ട് അവൻ കള്ളം പറയാൻ ശ്രമിച്ചപ്പോഴും അകത്തിരിക്കുന്ന ആത്മാവ് ഉച്ചാരണ രൂപത്തിൽ വെളിപ്പെടുത്തി, ഇവൻ യേശുവിനുള്ളവൻ. ഹോ, ഇന്ന് രാത്രിയിൽ ഈ സമയം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അകത്തിരിക്കുന്ന ആത്മാവ് അറിയുന്ന സത്യം ഇന്ന് നിങ്ങളും തിരിച്ചറിഞ്ഞാൽ, അകത്തിരിക്കുന്ന ആത്മാവ് തിരിച്ചറിഞ്ഞ സത്യം നിങ്ങളും തിരിച്ചറിഞ്ഞാൽ നിങ്ങളും വിളിച്ചു പറയും, ഞാൻ യേശുവിനുള്ളവൻ. പൈശാചിക സാമ്രാജ്യങ്ങൾ കേൾക്കുന്ന രീതിയിലൊന്ന് വിളിച്ചു പറയും, ഞാൻ യേശുവിനുള്ളവൻ. ഇരുട്ടിന്റെ ശക്തികൾ ഭേദിച്ചു പോകുന്ന നിലയിൽ വിളിച്ചു പറയും, ഞാൻ യേശുവിനുള്ളവൻ. അന്ധകാര ശക്തികൾ വിറങ്ങലിക്കുന്ന രീതിയിൽ വിളിച്ചു പറയും, ഞാൻ യേശുവിനുള്ളവൻ. കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചു എന്നും ലക്ഷണവിദ്യ പറയുന്ന സ്ത്രീയിൽ നിന്ന് ഭൂതം പുറത്തുപോയി എന്നും പല കാരണങ്ങൾ ചൊല്ലി കാരാഗ്രഹത്തിനകത്ത് പിടിച്ചടച്ച പൗലോസും ശീലാസും, ആമേൻ, ജഡത്തിൽ അവർ ദൈവത്തിനുള്ളവരല്ല എന്ന് വെളിപ്പെടുത്തുകയല്ല, പിന്നെയോ അവർ അർദ്ധരാത്രിയിലും ദൈവത്തെ പാടി സ്തുതിച്ചതിനെ പ്രതി, ദൈവത്തെ അവർ വെളിപ്പെടുത്തിയതിനെ പ്രതി ദൈവം അവർക്ക് വേണ്ടി ചിലത് വെളിപ്പെടുത്തി. ദൈവം കാരാഗ്രഹ പ്രമാണി കേട്ടാലോ, രാജാവ് കേട്ടാലോ ശിക്ഷ ഇരട്ടിയാകത്തില്ലേ, പോരാട്ടം വിട്ടുമാറത്തില്ലല്ലോ, ശരീരം മുറിയത്തില്ലേ, ദണ്ഡിപ്പിക്കത്തില്ലേ, തൂക്കിക്കൊല്ലത്തില്ല എന്നൊന്നും പറഞ്ഞ് അവർ ആരാധനയെ അവർ ബന്ധിച്ചില്ല. കുഞ്ഞെ, ചിലരെ പേടിച്ച് നീ ആരാധന ബന്ധിക്കല്ല, ചിലരെ പേടിച്ച് നീ പ്രാർത്ഥന ബന്ധിക്കല്ല. നീ തന്നെ നിനക്ക് ബന്ധന കാരണമായി മാറിയ ആയുസിൽ പിശാച് കെട്ടിറക്കത്തില്ല. യേശുവേ
വിളിച്ചു പറയാ, ഞാൻ യേശുവിനുള്ളവൻ, ഞാൻ യേശുവിനുള്ളവൻ, ഞാൻ യേശുവിനുള്ളവൻ, ഞാൻ ദൈവത്തിന്റെ വക, ഞാൻ ദൈവത്തിന്റെ വക, ഞാൻ ദൈവത്തിന്റെ വക. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവജനവും വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. സകല ജനവും യേശുവിൻ്റെതായി മാറട്ടെ, സകല ജനവും യേശുവിൻ്റെതാണെന്ന് വെളിപ്പെടുത്തട്ടെ, സകല ജനവും കർത്താവിന്റെ വകയായി മാറട്ടെ, സകല ജനവും യേശുവിന്റെ വകയായി മാറട്ടെ. ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ ജനവും യേശുവിന്റെ വകയെന്ന് പൈശാചിക സാമ്രാജ്യങ്ങൾ തിരിച്ചറിയുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഉച്ചാരണം കൊണ്ട് ശത്രു പോലും തിരിച്ചറിഞ്ഞു ഇവൻ ദൈവത്തിനുള്ളവൻ. നിന്റെ വായിലെ ശബ്ദം കേട്ട് ശത്രു തിരിച്ചറിയട്ടെ നീ ദൈവത്തിനുള്ളവനെന്ന്. നിന്റെ ആരാധന സ്വരം കേട്ട് ശത്രു തിരിച്ചറിയട്ടെ നീ ദൈവത്തിനുള്ളവനെന്ന്. ആമേൻ. നിന്റെ ആരാധന സ്വരം കേട്ട് ശത്രു തിരിച്ചറിയട്ടെ നീ ദൈവത്തിനുള്ളവനെന്ന്. നിങ്ങളുടെ സ്തോത്രം കേട്ട് ശത്രു തിരിച്ചറിയട്ടെ നീ ദൈവത്തിനുള്ളവനെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ നടക്കട്ടെ പിതാവേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവരെ തൊട്ടിരിക്കയാൽ നന്ദി. ഇവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടന്നിരിക്കയാൽ സ്തോത്രം. സ്വർഗം ഇവരെ അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി. ഇപ്പോൾ രോഗികളായി ഞങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ഇപ്പോൾ ദൈവിക സൗഖ്യം വരട്ടെ. മനസ്സ് തകർന്നവരായി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മേൽ ദൈവിക സൗഖ്യം വരട്ടെ, സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ, ആനന്ദം വരട്ടെ. അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കയാൽ നന്ദി പറയുന്നു. എല്ലാ മഹത്വം, എല്ലാ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകുന്നേരം 6:30-ക്കും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മീറ്റിംഗ് കാണാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് കാണാൻ, ദിവസം രാവിലെ 6:30-ക്കും വൈകുന്നേരം 6:30-ക്കും. അതിനുവേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അയയ്ക്കുകയോ അത്യാവശ്യ കോളുകൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയോ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മേവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus Almighty name. Amen.